അപ്പോൾ നമുക്കിന്നൊരു പയറുകഞ്ഞി ഉണ്ടാക്കിയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അര ഗ്ലാസ് അരിയും ഒരു 1/4 ഗ്ലാസ് ചെറുപയറും ആട്ടോ. ഒരാൾക്കുള്ളത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുക്കറിലിട്ട് ഒരു 5-6 വിസിലടിപ്പിക്കുക. ചെറുപയർ തലേദിവസം വെള്ളത്തിലിടണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനിത് വെള്ളത്തിലിട്ടില്ല, അപ്പോൾ തോന്നി അപ്പോൾ തന്നെ ഉണ്ടാക്കി ആ ഒരു സെറ്റപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വിസിലടിപ്പിക്കുക, ഒരു 5-6 വിസിലടിപ്പിക്കുക. എന്നിട്ട് വെന്തും തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും വിളിച്ചാൽ, വെന്തില്ലെങ്കിൽ ഒന്നും കൂടി അടിപ്പിക്കുക. ഞാൻ അതിലേക്ക് ഒരു വറ്റൽമുളക് 2-3 പ്രാവശ്യമായിട്ട് കീറിയിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഞ്ഞി വെന്തെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വിസിലടിപ്പിക്കേണ്ട, വെന്തില്ലെങ്കിൽ ഒരു 2-3 വിസിലടിപ്പിക്കുക. എനിക്ക് കറക്റ്റ് വിസിലിൻ്റെ കണക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കഴിക്കാനായിട്ട് നമ്മൾ 2-3 കാന്താരി ഉപ്പിലിട്ടതും, പിന്നെ നമ്മുടെ നാരങ്ങാച്ചാറുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, അതും ഉണ്ടായിരുന്നു. പിന്നെന്താ, ഇവിടെ നമ്മുടെ ഇവിടുന്ന് പറിച്ച് മാങ്ങ നമ്മളിങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ആ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ കഞ്ഞിയും ചെറുപയറും കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സിമ്പിളായിട്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ.